നമുക്കേ ഒരു തനി നാടൻ ബീഫ് കറി പെട്ടെന്നുണ്ടാക്കാം. വാ. നല്ല നാടൻ വെളിച്ചെണ്ണ ഒരു 7 സ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഇടിച്ച് വെച്ച വെളുത്തുള്ളി ഇട്ട് പച്ചമുളകും ഒന്ന് പച്ചയ്ക്ക് ഒന്ന് മണം മാറ്റിയെടുക്കുക. അതായത് ആ പച്ച മണം ഒന്ന് മാറുന്നിട വരെ ഇളക്കിയെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1.5 പീസ് അളവിൽ ഇഞ്ചി എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഒന്ന് ചതച്ചത് ചേർത്ത് കൊടുക്കുക. പേസ്റ്റ് ഇടുന്നതിനെക്കാട്ടിലും നല്ലത് ചതച്ച് ചേർക്കുന്നതാണ് ബീഫ് കറിയിലൊക്കെ. അപ്പോൾ ഞാൻ ഈ രീതിയിലാണ് ട്രൈ ചെയ്യുന്നത്. അത് തന്നെ, ഇവിടെ കൊച്ചുള്ളി കുറവായിരുന്നു കേട്ടോ. അപ്പോൾ ഉള്ളത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബാക്കി നിങ്ങൾ അതിനനുസരിച്ച് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് കേട്ടോ. ബീഫിന് എപ്പോഴും സവോളയെക്കാട്ടിലും കൂടുതൽ കൊച്ചുള്ളി ചേർക്കുന്നതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. ആവശ്യത്തിന് ഉപ്പ് ചേർത്തോട്ടോ. ഞാനിവിടെ 1 സ്പൂൺ അളവിലാണ് ഉപ്പ് ചേർക്കുന്നത്. എക്സ്ട്രാ ഞാൻ ചേർക്കുന്നത് ഏറ്റവും ലാസ്റ്റാണ്. നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ ഈ പൊടിക്കൈ എന്നൊക്കെ പറയില്ലേ, അത് തന്നെ. ഇതെൻ്റെ ഒരു സ്പെഷ്യൽ കൂട്ടാണേ. കുറച്ച് കറിവേപ്പിലയും വറ്റൽമുളകും നന്നായിട്ടൊന്ന് ഇടിച്ചെടുക്കുക. അത് ചൂടാക്കണമെന്നൊന്നും നിർബന്ധമില്ല കേട്ടോ. നിങ്ങളൊരു മിക്സിയുടെ ജാറിലോ അതല്ലെങ്കിൽ ഇടികല്ലോ ഇട്ടിട്ട് ഒന്ന് ഇടിച്ചെടുത്താൽ മതിയേ. ഉണക്കമുളകും കറിവേപ്പിലയും അങ്ങോട്ട് മസ്റ്റായിട്ട് ചേർക്കേണ്ട ഐറ്റമാണേ. ഇവന്മാരെ രണ്ടുപേരും അങ്ങോട്ട് ചേർത്ത് കഴിയുമ്പോഴേ നല്ലൊരു മണം വരും കേട്ടോ. ആ സമയത്ത് വേണം നമ്മുടെ തക്കാളി കുട്ടന്മാരെ ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഒന്ന് ഇട്ട് കൊടുക്കാൻ. നീളത്തിൽ കട്ട് ചെയ്യുന്നതാണ് അതിൻ്റെ ഒരു രീതി. ഇനി നിങ്ങൾക്ക് റോസ്റ്റൊക്കെ ചെയ്യുന്ന സമയത്ത് സ്ക്വയറിൽ കട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ. ഞാനിവിടെ കനം കുറച്ച് അതിൻ്റെ ഉള്ളിലെ ആ തക്കാളിയുടെ കുരുവൊക്കെ ഒന്ന് കളഞ്ഞിട്ടാണ് കട്ട് ചെയ്തിടുന്നത്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റിയാണ് ഇങ്ങനെ ചെയ്തെടുക്കുമ്പം. ലാസ്റ്റ് ചേർക്കുന്നവരും ഉണ്ട്, അതല്ലെങ്കിൽ വഴറ്റിയെടുക്കുന്ന സമയത്ത് ചേർക്കുന്നവരും ഉണ്ട് കേട്ടോ. ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ്. ഗരം മസാല ഇട്ടോ. അപ്പോൾ ഇനി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ബീഫിൻ്റെ പീസസ് ഇട്ട് കൊടുക്കാം. മസാലയിലേക്ക് നന്നായിട്ടൊന്ന് പിടിക്കത്തക്ക രീതിയിൽ ഒന്ന് അടച്ചൊന്നും വെക്കണ്ട, തുറന്ന് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് ഇളക്കി തന്നെ കൊടുക്കുക. അപ്പോഴത്തേക്ക് ബീഫിൽ നന്നായിട്ട് വെള്ളം ഉണ്ടാവും. ഈ വെള്ളം ഇറങ്ങി തന്നെ ബീഫ് കുക്കായിക്കോളും. ഞാൻ പിന്നെ ഇവിടെ ഒരു എക്സ്ട്രാ 1 ഗ്ലാസ് വെള്ളം ചേർക്കുന്നുണ്ട്. കാരണം ബീഫിന് കുറച്ച് വേവ് ഉണ്ടല്ലോ, നല്ല വേവുള്ള ബീഫായിരിക്കും. അപ്പോൾ നമുക്ക് പ്രഷർ കുക്കറിലല്ലാത്ത ചെയ്യുന്നത് കൊണ്ട് തന്നെ കുറച്ച് വെള്ളം ആഡ് ചെയ്യുന്നത് നന്നായിരിക്കും. പ്രഷർ കുക്കറിലാണെങ്കിൽ വെള്ളം യൂസ് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. ഒരു 7-8 വിസിലൊക്കെ ആകുമ്പോൾ ചില ബീഫൊക്കെ ആണെങ്കിൽ വെന്ത് കിട്ടും പെട്ടെന്ന് തന്നെ. ചിലതൊക്കെ ഒരു 12 വിസിലൊക്കെ വേണ്ടി വരും.
അപ്പോൾ ഇവിടെ എന്തായാലും ഞാൻ നോർമലി കുക്ക് ചെയ്യാണ്, അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ടേസ്റ്റ്, കാരണം സ്ലോ കുക്കിൽ ബീഫ് കിടന്ന് നന്നായിട്ട് വെന്ത് വരുന്നതിൻ്റെ ഒരു ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ്. അപ്പോൾ ആ രീതിയിൽ ആണ് ഇവിടെ കുക്ക് ചെയ്യുന്നത്. എൻ്റെ ഒരു ഫേവറേറ്റ് രീതിയാണ് കേട്ടോ ഇങ്ങനെ ബീഫ് കറി ഉണ്ടാക്കുന്നത്. തനി നാടൻ ടേസ്റ്റ്. നമ്മൾ ഈ പഴംപൊരിയും ബീഫ് കറിയൊക്കെ കഴിക്കത്തില്ലേ, ആ ടൈമിൽ കഴിക്കുന്ന ആ ഒരു സെയിം ടേസ്റ്റാണ്. ട്രൈ ചെയ്ത് നോക്കണേ, ഭയങ്കര ടേസ്റ്റിയാണ്. ബീഫെല്ലാം ഇട്ടതിന് ശേഷം ഞാൻ കുറച്ചുകൂടെ ഉപ്പും അതുപോലെ തന്നെ നമ്മുടെ ബീഫ് മസാലയും, അതായത് മീറ്റ് മസാല, പിന്നെ കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് ഓപ്പൺ ചെയ്ത് വെച്ച് മൂടി തുറന്നിട്ട് സ്ലോ കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ പതിയെ പതിയെ വെന്തിട്ടാണ് നമ്മുടെ ബീഫ് ഫുള്ള് കുക്കായി വരുന്നത്. ലാസ്റ്റ് ഇതിലേക്ക് നല്ല പൊടിച്ചെടുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ കുരുമുളക് പൊടി തരിതരിയായിട്ടാണ് കേട്ടോ പൊടിച്ചിട്ടുള്ളത്, അത് ചേർത്ത് കൊടുക്കുക. നല്ല ടേസ്റ്റാണ്. ഈ ടൈമിൽ നമ്മൾ കുരുമുളക് ഇട്ട് കൊടുത്താൽ അതിൻ്റെ ഒരു ഫ്ലേവർ ഇങ്ങനെ എടുത്ത് നിൽക്കും. അതാണ് ലാസ്റ്റ് കുരുമുളക് ചേർക്കണം എന്ന് പറയുന്നത്. പിന്നെ അവസാനം കുറച്ച് ടേസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ചും കൂടെ കറി ലീഫ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല തനി നാടൻ ബീഫ് കറിയുടെ റെസിപ്പിയാണിത്. നിങ്ങളെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ബിഗിനേഴ്സിനൊക്കെ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാനുള്ളതേ ഉള്ളൂ. അപ്പോൾ ഉറപ്പായിട്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ദിസ് ഇസ് ബൈ ഫ്രം സൂര്യ. ബൈ, ടേക്ക് കെയർ. പിന്നെ ചാനലും വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബൈ.